എവ്രിവൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. ഇന്ന് 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KS എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടാതെ മറ്റ് 2 ഇനീഷ്യേറ്റീവ്സ് ആണ് നമ്മുടെ വെബ്സൈറ്റും നമ്മുടെ ഒരു മോക്ക് എക്സാം പോർട്ടലും. ഇവിടെ രണ്ടും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും എക്സാമുകളും എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 3 നോർത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്. സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു 6ാമത്തെ സെഞ്ചുറി മുതൽ 7ാമത്തെ 8, 9 സെഞ്ചുറികളിലായിട്ട്, അതായത് 6 മുതൽ 9 സെഞ്ചുറി വരെ, 6th സെഞ്ചുറി ടു 9th സെഞ്ചുറി AD വരെ പ്രധാനമായിട്ടും 2 ഡൈനാസ്റ്റികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ചേരാസും പാണ്ഡ്യാസും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വലതുവശത്തെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാലൂക്യാസ്, പല്ലവാസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവരെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാലൂക്യാസിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാലൂക്യാസ് പല ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പോളം ഉണ്ട്. അപ്പോൾ അതിൽ ചാലൂക്യാസ് ഓഫ് ബദാമി എന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും പ്രശസ്തരായ ആൾക്കാർ. അവരെയാണ് വെസ്റ്റേൺ ചാലൂക്യാസ് എന്നും വിളിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റേ വിഭാഗക്കാരായിരുന്നു പല്ലവാസ് ഓഫ് കാഞ്ചി. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചാലൂക്യാസ് ഓഫ് ബദാമിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ബദാമി എന്ന് പറയുന്നത് കർണാടകത്തിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ വളർന്നു വന്നത്. അതുകൊണ്ടാണ് ബദാമി അടിസ്ഥാനമാക്കിയുള്ള ചാലൂക്യാസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കാഞ്ചി എന്ന് പറഞ്ഞാൽ കാഞ്ചീപുരമാണ്, തമിഴ്നാട്ടിലെ കാഞ്ചീപുരം. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്യാപിറ്റലായിട്ടാണ് പല്ലവാസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി വരുന്നത്. അതുകൊണ്ടാണ് അവരെ പല്ലവാസ് ഓഫ് കാഞ്ചി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ചാലൂക്യാസിനെ കുറിച്ചാണ്. അപ്പോൾ ചാലൂക്യ ഡൈനാസ്റ്റിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം വളരെ മുന്നെയാണ്, അതായത് 6th സെഞ്ചുറി ADക്ക് മുന്നേ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പല രാജാക്കന്മാരായിട്ട് ഉയർന്നു വന്നെങ്കിലും ഒരു ഡൈനാസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമായിട്ട് കെട്ടിപ്പടുക്കിയത് പുലികേശി ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടറായിട്ടും കണക്കാക്കുന്നത്. ഇപ്പോൾ ചാലൂക്യന്മാരുടെ ഫൗണ്ടറായിട്ട് പുലികേശി ഒന്നിനെയാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിന് മുൻപേയും രാജാക്കന്മാരുണ്ട്, പക്ഷേ അതിനൊന്നും ഒരു സാമ്രാജ്യം പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യം പോലെയൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 535 മുതൽ 666 AD വരെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചരിത്രകാരന്മാരും ഓരോ വർഷമാണ് പറയുക. അപ്പോൾ ആ റേഞ്ച് അനുസരിച്ച് നോക്കേണ്ടി വരും. ചില സമയത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം പുലികേശി ഒന്നാമൻ 6ാം നൂറ്റാണ്ടിലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തലമുറക്കാരനായിട്ട് പിന്നെ പുലികേശി രണ്ടാമൻ വന്നു. അപ്പോൾ പുലികേശി രണ്ടാമൻ വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി ഹർഷവർദ്ധനനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നോർത്ത് ഇന്ത്യ വർദ്ധന സാമ്രാജ്യം. അപ്പോൾ ഹർഷവർദ്ധനൻ്റെ ഈ ഒരു സൗത്ത് ഇന്ത്യയിലേക്കുള്ള കടന്നുകയറ്റത്തെ തോൽപ്പിച്ചത് പുലികേശി രണ്ടാമനാണ്. അപ്പോൾ ഹർഷവർദ്ധൻ ഈ ഒരു സൗത്ത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് തടഞ്ഞിട്ട് പുലികേശി രണ്ടാമനാണെന്ന് ഓർത്തുക്കണം. ഇദ്ദേഹം തന്നെയാണ് തൊട്ടടുത്തുള്ള പല്ലവാസിനെ ആക്രമിക്കാൻ വേണ്ടി പോയതും. അതായത് പുലികേശി രണ്ടാമൻ പല്ലവാസിനെ ആക്രമിച്ചു. അപ്പോൾ അദ്ദേഹം ആക്രമിച്ചിട്ട് അതൊരു തുടക്കമായിരുന്നു. ഈ ഒരു തുടക്കത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ ഒരു ചാലൂക്യന്മാരും പല്ലവന്മാരും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു. അത് പിന്നീട് വലിയ പ്രശ്നങ്ങളാവും, ഈ ഒരു ചാലൂക്യ ഡൈനാസ്റ്റി ഇല്ലാതാവുന്നതിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ച കാര്യങ്ങൾ ഇതിൻ്റെ ഫൗണ്ടർ എന്ന് കരുതി പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെ തുടങ്ങിയ ആളെന്ന് കരുതുന്നത് പുലികേശി ഒന്നാമനെയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു, കൊച്ചുമകനായിരുന്നു പുലികേശി രണ്ടാമൻ. പുലികേശി രണ്ടാമൻ നമ്മൾ 2 പ്രത്യേകതകൾ പഠിച്ചു. ഒന്ന്, ഹർഷവർദ്ധനൻ്റെ കടന്നുകയറ്റത്തെ തടയിട്ടത് ഈ ഒരു പുലികേശി രണ്ടാമനാണ്. അദ്ദേഹമാണ് പല്ലവാസിനെ ആക്രമിച്ചത്. അവരുടെ ക്യാപിറ്റലായ തലസ്ഥാനമായ കാഞ്ചീപുരത്തിലേക്ക് പോയിട്ട് അവർ ആക്രമിച്ചത്. അപ്പം നമ്മൾ വലതുവശത്തെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ചാലൂക്യ ഡൈനാസ്റ്റിയുടെ ഏറ്റവും വികാസം പ്രാപിച്ചൊരു രൂപം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിൻ്റെ താഴെ മഹാരാഷ്ട്ര മുതൽ കർണാടകത്തിൻ്റെ ഭാഗം വരെയുള്ള ഏരിയ വരുന്ന കാണാം. വലതുവശത്ത് നമുക്ക് ആന്ധ്രാപ്രദേശ് ഒക്കെ ഭാഗങ്ങൾ വരും. അപ്പോൾ കേരളമില്ല, കേരളത്തിന് മുകളിൽ കർണാടകത്തിൻ്റെയും ഈ ഒരു ഗുജറാത്തിൻ്റെ താഴെ, അതായത് നർമ്മദാ നദിയെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു നർമ്മദാ നദി മുതൽ താഴെ കാവേരി നദിയുടെ ഏരിയ വരെ, കർണാടകത്തിലെ കാവേരി നദിയുടെ ഏരിയ വരെയാണ് ഈ ഒരു വ്യാപ്തി ഉണ്ടായിരുന്നത്. അത് പിന്നീട് കുറയുകയൊക്കെ ചെയ്തു. കാരണം അത് ഓരോ മുകളിൽ നിന്നും നോർത്ത് ഇന്ത്യൻ, നമുക്കറിയാം രാഷ്ട്രകുത്താസ് അല്ലെങ്കിൽ അവർ മുകളിലുണ്ടെന്നറിയാം. അപ്പോൾ ഇവരുടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടും പിന്നെ താഴെ നിന്ന് നമ്മുടെ ഈ ഒരു ചേര ചോള ഉണ്ട്, പിന്നെ ഈ ഒരു പല്ലവാസും ഉണ്ട്. അപ്പോൾ അവരുടെ ഇമ്പാക്റ്റ് കൊണ്ടും
ഇത് കുറയും കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാലൂക്യന്മാരുടെ കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ അവരുടെ ചിഹ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ബോർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കാട്ടുപന്നിയായിരുന്നു. അപ്പോൾ വലതുവശത്ത് നിങ്ങൾക്ക് അവരുടെ ഒരു സിമ്പൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ വരാഹ അവതാരം ആണ് എന്നാണ് വിശ്വസിച്ചു പോന്നിരുന്നത്. അതായത് വിഷ്ണുവിൻ്റെ വരാഹ അവതാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ ഹിന്ദു മതത്തിനെ ഫോളോ ചെയ്യുന്ന വിഭാഗക്കാരായിരുന്നു. അപ്പോൾ ഹിന്ദു മതത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവരുടെ ചിഹ്നം വൈൽഡ് ബോർ ആയിരുന്നു, അല്ലെങ്കിൽ കാട്ടു പന്നിയായിരുന്നു. വരാഹ അവതാരത്തെയാണ് അവർ സിഗ്നിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു മതത്തിൽ തന്നെ ശിവനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, വിഷ്ണുവിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ബോത്ത് ശൈവീസും വൈഷ്ണവീസും ഉണ്ട്. ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരുന്നു. ഇതുകൂടാതെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. അതിനെയാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഐഹോൾ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കർണാടകത്തിലെ ഒരു സ്ഥലമാണ് ഐഹോൾ. ഈ ഒരു ഐഹോളിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എഴുതി വച്ചിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആരുടെ കാലത്തൊക്കെ? അശോകൻ്റെ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത്, അതായത് കല്ലുകളിലും പാറകളിലും ഒക്കെ തൂണുകളിലും ഒക്കെ എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാലൂക്യാസ് അവർ സംസ്കൃതത്തിലും പില്ലർ ഇൻസ്ക്രിപ്ഷൻ നടത്തിയിട്ടുണ്ടെന്ന് ഓർത്തുക്കണം. അത് ഐഹോൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ് ഇവരെക്കുറിച്ച്, ചാലൂക്യാസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതും. അപ്പോൾ മറ്റൊരു സ്ഥലമാണ് മഹാകൂടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് ചാലൂക്യാസ് ഇൻസ്ക്രിപ്ഷൻ, ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ ചാലൂക്യ എന്ന് പറയുന്നവരുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവരുടെ സംഭാവനകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ അമ്പലങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവർ വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. ഇതുകൂടാതെ അവർ ജൈന മതത്തിനെയും ആരാധിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരുടെ രാജവംശത്ത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവരുടെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ ഗുഹാക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് വിഷ്ണുവിനെയും ശിവനെയും ജൈന മതത്തിലുള്ളവരെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതായത് ജൈന തീർത്ഥങ്കരാസിൻ്റെയൊക്കെ ശില്പങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന് ഐഹോൾ ദുർഗാ ടെമ്പിൾ. അപ്പോൾ ഐഹോൾ ദുർഗാ ടെമ്പിൾ എന്ന് പറയുമ്പോൾ, ഐഹോൾ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ സ്ഥലമാണ്. അവിടെയുള്ള ദുർഗാ ദേവിയുടെ ക്ഷേത്രമാണ്. അപ്പോൾ വലതുവശത്തെ മുകളിൽ കാണുന്ന ചിത്രം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഐഹോൾ ദുർഗാ ടെമ്പിളിൻ്റെ ചിത്രം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ആർക്കിടെക്ചറൽ ഭംഗി അല്ലെങ്കിൽ ആ ഒരു ശില്പവിരുത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കണം അവരുടെ സ്കില്ല് എന്നുള്ളത്. അതിന് താഴെ നമുക്കൊരു ടെമ്പിൾ കാണാൻ വേണ്ടി പറ്റും. അത് വിരുപക്ഷ ടെമ്പിളാണ്. വളരെ പ്രധാനപ്പെട്ട ടെമ്പിളാണ് വിരുപക്ഷ ടെമ്പിൾ. അപ്പോൾ ഈ ഒരു വിരുപക്ഷ ടെമ്പിൾ ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഈ ഒരു ചാലൂക്യാസ് ആണെന്ന് ഓർത്തു വെക്കണം. അത് പട്ടാടക്കലാണ്, കർണാടക. അപ്പോൾ ഇത് വിക്രമാദിത്യ 2 എന്ന് പറയുന്ന ചാലൂക്യ രാജാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൂന്നാമത് ബദാമി കേവ് ടെമ്പിൾസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലോറ ഗുഹാക്ഷേത്രത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമി കേവ് ടെമ്പിൾസ്, അതായത് ബദാമി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേവ് ടെമ്പിളാണ്, കർണാടകത്തിൽ തന്നെയാണ്, ഒരു ഗുഹാക്ഷേത്രമാണ്. അതും ഉണ്ടാക്കിയിരിക്കുന്നത് ചാലൂക്യന്മാരാണ്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഐഹോൾ ദുർഗാ ടെമ്പിൾ, ബദാമി കേവ് ടെമ്പിൾ, വിരുപക്ഷ ടെമ്പിൾ, ഇത് 3 ഉണ്ടാക്കിയിരിക്കുന്നത് ചാലൂക്യന്മാരാണെന്ന് ഓർത്തു വെക്കണം. 3 കർണാടകത്തിലാണെന്ന് കൂടി ഓർത്തു വെക്കണം. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാലൂക്യന്മാരുടെ വളർച്ചയിൽ പല രാജാക്കന്മാരും ഉണ്ട്. കാരണം രാജാക്കന്മാരുണ്ടാവും, ഇവർ പല സ്ഥലങ്ങളും പിടിച്ചടക്കും, ചുരുങ്ങും. അപ്പം നമ്മൾ ഓരോ രാജാക്കന്മാരെ എടുത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ ചില രാജാക്കന്മാരെ നമ്മൾ പഠിച്ചു ഓൾറെഡി. പുലികേശി 1, പുലികേശി 2 പഠിച്ചു, വിക്രമാദിത്യ 2, വിരുപക്ഷ ടെമ്പിൾ. അപ്പോൾ ഇതിൽ കൂടുതൽ രാജാക്കന്മാരെ എടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ഓർത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചാലൂക്യന്മാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർക്കിടെക്ചറൽ സംഭാവനകളാണ്. പിന്നെ ചാലൂക്യന്മാർ എന്ന് പറയുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നെന്നും അവരെവിടെയായിരുന്നു എന്നുള്ള ഐഡിയ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 8ാം സെഞ്ച്വറിയുടെ പകുതിയോടെ, അതായത് 750 AD ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? ഈ ഒരു രാഷ്ട്രകുത്താസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ബദാമി ചാലൂക്യാസിനെ വളരെ ചെറിയൊരു പ്രദേശത്തേക്ക് ചുരുങ്ങുകയും, അതായത് ബദാമി ചാലൂക്യ എന്ന് പറയുന്ന വിഭാഗം ഇല്ലാതാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് രാഷ്ട്രകൂട അല്ലെങ്കിൽ രാഷ്ട്രകുത്താസ് തകർന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 975ഓടെ ഇത്തരത്തിൽ ഈ ഒരു രാഷ്ട്രകുത്താസ് തകരുകയും വീണ്ടും ഒരു ചാലൂക്യ ഡൈനാസ്റ്റി ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ ഇതിനെയാണ് സെക്കൻഡ് വെസ്റ്റേൺ ചാലൂക്യ ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കുക, ചാലൂക്യ ഡൈനാസ്റ്റി ആദ്യം വളർന്ന് വികാസം പ്രാപിച്ചു, അതിനുശേഷം തളർന്നില്ലാണ്ടായി വീണ്ടും രണ്ടാമത് ഉയർന്നു വന്നു. എന്നാൽ പിന്നീട് താഴ്ഭാഗത്തുനിന്ന്, അതായത് താഴെ നിന്ന് ചോള രാജവംശത്തിൻ്റെ ഇൻവേഷൻസ് ഭയങ്കര കൂടുതലായി. അവർ തുടർച്ചയായി ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി ഏകദേശം 993 AD അതിനുശേഷം ഈ ഒരു ചോളയും ചാലൂക്യയും തമ്മിൽ ഈ ഒരു ഇൻവേഷൻസ്, ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു കടന്നുകയറ്റം കൂടി വന്നു. പിന്നീട് ഈ ഒരു ചോളയും ചാലൂക്യയും തമ്മിൽ പിന്നീട് യോജിക്കുകയും അത്
കുലോട്ടുംഗ അല്ലെങ്കിൽ രാജേന്ദ്ര 2 എന്ന് പറയുന്ന ചോളൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അപ്പോൾ ഇത് ഏകദേശം 1070ഓടെ അത്തരത്തിൽ ഈ ഒരു ചോളയും ചാലൂക്യൻ തമ്മിൽ ലയിച്ച് ചോള മാത്രമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു ചാലൂക്യന്മാരുടെ ആ ഒരു തുടക്കവും അവസാനവും. അതിൻ്റെ ഇടയിൽ ഇവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതുള്ളത്. കാരണം ബദാമി കേവ് ടെമ്പിൾ നിർമ്മിച്ചത് ഏത് രാജവംശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലൂക്യന്മാരാണെന്ന് ഓർത്ത് വെക്കണം. ഐഹോൾ ദുർഗ ടെമ്പിൾ, വിരൂപക്ഷ ടെമ്പിൾ. അപ്പോൾ ജൈനമതവും ഉണ്ടായിരുന്നു, കൂടാതെ വൈഷ്ണവീസും ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ബദാമി കേവ് ടെമ്പിളിൽ നമുക്ക് ജൈന തീർത്ഥങ്കരാസിൻ്റെ ശില്പങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ജൈനമതം ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അപ്പോൾ വിക്രമാദിത്യ ടു വിരൂപക്ഷ ടെമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പട്ടാടക്കൽ, കർണാടക എന്ന് ഓർത്തു വെക്കണം. പിന്നെ ഇവരുടെ ചിഹ്നം വൈൽഡ് ബോറാണ്. പിന്നെ വിഷ്ണുവിസം ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ കർണാടകം ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഓർത്തു വെക്കണം ചാലൂക്യന്മാരാണ്. ഐഹോൾ ടെമ്പിളും ഉണ്ട്. അപ്പോൾ പുലികേശി 2 ആണ് ഹർഷവർദ്ധനെ തോൽപ്പിച്ചത്. അദ്ദേഹമാണ് പല്ലവാസുമായിട്ടുള്ള യുദ്ധം കൂടുതലായിട്ട് തുടങ്ങി വെക്കുകയും ചെയ്തത്. അദ്ദേഹം പല്ലവാസിനെ ആക്രമിക്കുകയും ചെയ്തു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് പല്ലവാസിനെ കുറിച്ചാണ്. അപ്പോൾ പല്ലവാസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെഡീവൽ പീരീഡിൽ ഈ ഒരു രാജവംശങ്ങൾക്കൊന്നും അത്ര ഭയങ്കരമായൊരു പ്രാധാന്യമില്ല. കാരണം പ്രാധാന്യം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രാധാന്യം വരുന്നത് ഇവരുടെ സംഭാവനകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഭംഗിയിൽ നിന്നാണ്. നമ്മൾ പ്രധാനമായിട്ടും മെഡീവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് വരുന്ന നമ്മളെ ഫോറിൻ ഇൻവേഷൻസ് ആണ്, മുഗളന്മാരെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ചാലൂക്യന്മാർ ആരാണെന്ന്, അവരുടെ സ്ഥാനം എവിടെയാണെന്നും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും തന്നെ ധാരാളമാണ്. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പല്ലവാസിനെ കുറിച്ച് പഠിക്കാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. കൂടാതെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ എവിടെയൊക്കെയാണ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റുകളുടെ എല്ലാം ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഓരോ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ എടുത്ത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.